സുകൃത വഴിയെ കർമ്മലീത്ത വിശുദ്ധരുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര. ഈ മംഗളവാർത്ത കാലത്തിൽ ഡിസംബർ 14 സാർവത്രിക സഭയും ആഗോള കർമ്മലീത്ത സഭയും മൗതിക വേദപാരംഗതനും ദൈവശാസ്ത്ര ശ്രേഷ്ഠനും മുരിവര്യനുമായ വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1542 ജൂൺ 24 സ്പെയിനിലെ ആവിലായ്ക്ക് സമീപം ഫൊന്തീവറസ് എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് യോഹന്നാൻ ക്രൂസ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവൻ ദൈവത്തെ തേടുന്ന ദൈവസ്നേഹം കൊണ്ടും ദൈവ അന്വേഷണം കൊണ്ടും നിറഞ്ഞിരുന്നു. ബാല്യത്തിലും യൗവനത്തിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നുവെങ്കിലും ദൈവം അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്ഫുലിംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ തേടി വന്ന സൗഭാഗ്യങ്ങളോ സുരക്ഷിതത്തിൻ്റെ മാർഗങ്ങളോ ധനത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ ഒക്കെ മാർഗങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കർമ്മലീത്ത ഒന്നാം സഭയിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ദൈവാന്വേഷണമായിരുന്നു. 1591 ഡിസംബർ 14 പുലരിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യസങ്കേതമായ ത്രിത്വത്തിലേക്ക് വിലയം പ്രാപിക്കാൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയി. അതിനിടയ്ക്കുള്ള ആ സമയം, ഈ 49 വർഷക്കാലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 നൂറ്റാണ്ട് മുൻപ് ഈ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചിരുന്ന ഈ മനുഷ്യൻ സലമാങ്ക സർവകലാശാലയിലെ ദൈവശാസ്ത്ര പഠനവും ജീവിതത്തിലെ ദൈവാന്വേഷണവും അദ്ദേഹത്തിന് നൽകിയ ആ തീക്ഷ്ണതയിൽ നിന്ന് ലോകത്തിന് അമൂല്യമായ സംഭാവനകളാണ് നൽകിയത്. ഇന്ന് ആധുനിക ലോകത്തിൽ ദൈവശാസ്ത്രജ്ഞന്മാർ, തത്വശാസ്ത്രജ്ഞന്മാർ, മനഃശാസ്ത്രജ്ഞന്മാർ ഇവരെല്ലാം അദ്ദേഹത്തെ അന്വേഷിച്ച് വരികയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ആഴമായിട്ട് പഠിക്കുന്നു, ഗവേഷണങ്ങൾ നടത്തുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ച് പോകുമ്പോൾ മനുഷ്യ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളമിട്ടിറങ്ങുന്നു. അത് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ നിത്യമായ നന്മയിലേക്ക് നയിക്കുന്നു. ആത്മാവിൻ്റെ ദൈവോന്മുഖമായിട്ടുള്ള പ്രയാണത്തിൽ, അതായത് ദൈവവുമായിട്ട് ഐക്യപ്പെടാനുള്ള ആത്മാവിൻ്റെ തീർത്ഥാടനത്തിൽ ആത്മാവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും അതുപോലെ ദൈവം ആത്മാവിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നുമൊക്കെ അത് ഘട്ടം ഘട്ടമായിട്ട് ആഴത്തിൽ വിവരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള 4 കൃതികളാണുള്ളത്. കർമ്മല മലകയറ്റം, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി, സ്നേഹഗീതം, സജീവമായ സ്നേഹജ്വാല. പിന്നെ ലഘുകൃതികളുമുണ്ട്. ഈ കൃതികൾ ഓരോന്നും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആത്മാവിൻ്റെ കർമ്മല മലകയറ്റം എന്ന് പറയുന്ന പുസ്തകം, അദ്ദേഹം പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ആധ്യാത്മികവും അതിഭൗതികവുമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അതീതമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ പ്രതീകങ്ങളിലൂടെയും അലങ്കാരങ്ങളിലൂടെയും ബിംബങ്ങളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും ഒക്കെയാണിത് അവതരിപ്പിക്കുന്നത്. അതിന് ഉപയുക്തമായ ഏറ്റവും നല്ല ഭാഷ കവിതയാണ്. കാവ്യസങ്കല്പമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംവേദന ഉപാധി. ആ കാവ്യത്തിലാകട്ടെ അദ്ദേഹം അഗ്രഗണ്യനാണ്. സ്പാനിഷ് കവിതയിലെ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള കവി. അദ്ദേഹത്തെ സ്പെയിനിൻ്റെ ആസ്ഥാന കവിയായിട്ട് ആദ്യം സ്ഥാനം നൽകിയിരുന്നു. അതിനുശേഷം സ്പാനിഷ് ഭാഷയിലെ എവിടെയൊക്കെ ഉണ്ടായാലും, അതായത് സൗത്ത് അമേരിക്ക, സ്പെയിൻ, എല്ലായിടത്തെയും കവിതയുടെ മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ആധുനിക സാഹിത്യകാരന്മാരിൽ, സ്പാനിഷ് സാഹിത്യകാരന്മാരിൽ അഗ്രഗണ്യരായിട്ടുള്ള
ഊനാമൂണോ, അന്തോണി മച്ചാദോ എന്നിവരൊക്കെ പറയുന്നത് ഇദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കവി, പ്രത്യേകിച്ച് സനാതനമായിട്ടുള്ള സത്യങ്ങൾ, അതുപോലെ ഉദാത്തമായിട്ടുള്ള കാര്യങ്ങൾ കാവ്യാത്മക ഭാഷയിൽ അവതരിപ്പിക്കുന്ന സ്പാനിഷ് ഭാഷയ്ക്ക് ഇത്രയും ഉദാത്തമായിട്ടുള്ള കവിത സംഭാവന ചെയ്തിട്ടുള്ള ഇതുവരെയും ആരുമില്ല, ഇനി ഒരു പക്ഷേ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല എന്നാണ്. അപ്പോൾ കർമ്മല മലകയറ്റം എഴുതിയിരിക്കുന്നത് കവിതയിലാണ്. അപ്പോൾ കർമ്മല മലകയറ്റം എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. മല കയറുന്നു. മല അത് ദൈവ വെളിപാടുകളുടെ ഒരു സങ്കേതമാണ്, ഉറവിടമാണ്. ദൈവം താഴ്ന്നിറങ്ങി വരുന്നതും മനുഷ്യൻ ഉയർന്ന് നടന്ന് കയറുന്നതും. അപ്പോൾ മനുഷ്യൻ്റെ അധ്വാനവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും രണ്ടും അവിടെ സമ്മേളിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യൻ്റെ അധ്വാനത്തിനാണ്. ആ മനുഷ്യൻ്റെ അധ്വാനം എന്ന് പറയുന്നത് ഭൗമിക വസ്തുക്കളിൽ നിന്നുള്ള കെട്ടുപാടുകളിൽ നിന്ന് മനുഷ്യൻ സ്വയം മുക്തനാക്കി, അതുപോലെ തന്നെ ഈ ആത്മാവിൻ്റെ സങ്കീർണതകളിൽ നിന്ന്, മനഃശാസ്ത്രപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള സങ്കേതങ്ങളിൽ നിന്ന് അതിനെല്ലാം ഉപേക്ഷിച്ച്, അപ്പോൾ മല കയറുന്ന വ്യക്തി ഭാരമുള്ള സംഗതികളൊക്കെ താഴെ വെച്ചിട്ട് സ്വതന്ത്രനായിട്ടാണ് കയറിപ്പോകാൻ ആഗ്രഹിക്കുക. അതുപോലെ ഈ ലോകത്തിൽ നമ്മെ ആകർഷിക്കുന്നതും ഈ ലോകത്തിൽ മനുഷ്യനെ ആകർഷിച്ച് നിലനിർത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. ഇനി ആത്മാവിൻ്റെ മലകയറ്റം എന്ന് പറയുന്നത് ദൈവത്തെ കാണാനുള്ള ആത്മാവിൻ്റെ അഭിവാഞ്ചിയോടുള്ള പ്രയാണമാണ്. ആ പ്രയാണത്തിൽ ആത്മപരിത്യാഗം, ഈശോ പറഞ്ഞിട്ടുള്ളതുപോലെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് ഓരോ ദിവസവും എൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ സ്വയം പരിത്യജിക്കുന്നതിൻ്റെ എല്ലാ സങ്കീർണതകളും, കുരിശ് വഹിക്കുന്നതിൻ്റെ എല്ലാ നൂലാമാലകളും, ഇതെല്ലാം യോഹന്നാൻ ക്രൂസ് പ്രതീകാത്മകമായിട്ടുള്ള ഭാഷയിലൂടെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം അനാവരണം ചെയ്യുന്നുണ്ട്. ഇനി ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന് പറയുന്നത് വാസ്തവത്തിൽ 4 ഘട്ടങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് കർമ്മസഹ രാത്രികളുണ്ട്. കർമ്മിഷ്ഠ രാത്രി എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആത്മാവിന് തോന്നാവുന്ന, വ്യക്തിക്ക് തോന്നാവുന്ന വിരസതകൾ, ഇപ്പോൾ ഇന്ദ്രിയ നിഗ്രഹങ്ങളിലുണ്ടാകുന്ന വിരസത, ലോകം ത്യജിക്കുന്നതിൻ്റെ മാനസികമായിട്ടുള്ള വിരസതയുടെ അവസ്ഥകൾ, അതുപോലെ ലോകത്യാഗത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ, അപ്പോൾ അതിനെയല്ല, അപ്പോൾ അതൊക്കെ ഇരുട്ടായിട്ട്, ഇന്ദ്രിയങ്ങൾക്ക് ഇരുട്ടായിട്ട് തോന്നുന്ന അവസ്ഥ. അപ്പോൾ അതാണ് കർമ്മിഷ്ഠ രാത്രി എന്ന് പറയും ഇന്ദ്രിയങ്ങളുടെ. അതുപോലെ തന്നെ അന്ധശക്തികൾ, ബുദ്ധി, ഓർമ്മ, ഇച്ഛാശക്തി, അവയെയും അന്ധകാരത്തിലാക്കണം എന്ന് പറഞ്ഞാൽ അതിഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നേടണമെങ്കിൽ ഭൗതികമായിട്ടുള്ളവയെ ത്യജിക്കണം. അതിൽ ബുദ്ധിയുടെയും ഓർമ്മയുടെയും ഇച്ഛാശക്തിയുടെയും ഒക്കെ ഭാവങ്ങൾ ത്യജിക്കേണ്ടതായിട്ടുണ്ട്. ആ ത്യാഗത്തിൽ നിന്നുണ്ടാകുന്ന മനുഷ്യൻ്റെ മാനസിക അവസ്ഥയെ ആലങ്കാരികമായിട്ട് പ്രതിധ്വനിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ ഇരുട്ട് എന്ന സങ്കേതം. ഇനി അത് കഴിഞ്ഞ പിന്നെ ഇന്ദ്രിയങ്ങളുടെയും അന്ധശക്തികളുടെയും കർമ്മസഹരാത്രി എന്ന് പറയും. കർമ്മസഹരാത്രി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മനുഷ്യൻ സ്വീകരിക്കുന്നതേ ഉള്ളൂ, ദൈവം നൽകുന്നു. ദൈവത്തിൻ്റെ തന്നെ പ്രവേശനമാണത്. അവിടെ വാസ്തവത്തിൽ പ്രണിധാനമെന്നോ ധ്യാനമെന്നോ മലയാളത്തിൽ പറയുന്ന കോൺടെംപ്ലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ അനുഭൂതിയാണ്. യോഹന്നാൻ ക്രൂസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം എപ്പോഴും എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത്, അനുഭവത്തിൽ നിന്ന്. അപ്പോൾ ഈ മലകയറ്റുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ കുരിശിൻ്റെയും ക്ലേശങ്ങളുടെയും സ്വയപരിത്യാഗത്തിൻ്റെയും കഷ്ടതകളുടെയും ഒക്കെ അനുഭവം, എപ്പോൾ ദൈവത്തെ തേടിയുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ആ ഇരുട്ടിൻ്റെ അനുഭവം. ഇനി ദൈവം ഇറങ്ങി വരുമ്പോൾ ഇതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും അതുപോലെ അന്ധശക്തികളുമൊക്കെ നിശബ്ദമാവുകയാണ്. അപ്പോൾ അവിടെ ഒരു ശുദ്ധീകരണം നടക്കുന്നത്. എന്താണ് ശുദ്ധീകരണം? ദൈവത്തിൻ്റെ പ്രവാഹമാണ് ശുദ്ധീകരണം. കാരണം അദ്ദേഹം ഈ പ്രണിധാനത്തെ അല്ലെങ്കിൽ ധ്യാനത്തെ നിർവചിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ അന്തർപ്രവാഹമെന്നാണ്. എങ്ങനെയുള്ള അന്തർപ്രവാഹമാണ്? നിഗൂഢവും ഗുപ്തവും സ്നേഹനിർഭരവും പ്രശാന്തവുമായ അന്തർപ്രവാഹം. അതായത് ദൈവം ആത്മാവിലേക്ക് ഒഴുകി എത്തുന്ന അവസ്ഥ. അപ്പോൾ ഈ ഒഴുകി എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യമേ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ശുദ്ധീകൃതമാകുന്നു. ഈ ശുദ്ധീകൃതമാകുന്നത്
ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. ആത്മാവ് നടത്തുന്ന വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉപവിയുടെയും പ്രവൃത്തികളിലൂടെ, വിശ്വാസത്തിലൂടെയും പ്രത്യാശയിലൂടെയും ഉപവിയിലൂടെയും അന്ധശക്തികളെ ദൈവത്തിന് സ്വയം സമർപ്പിച്ച് തമസ്കരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് ആത്മാവിൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ സാധിക്കുന്നത്. അതിനെയാണ് വാസ്തവത്തിൽ കർമ്മസഹ, ഇന്ദ്രിയങ്ങളുടെ കർമ്മസഹ രാത്രി എന്ന് പറയുന്നത്. ഈ അനുഭവം പ്രണിധാന പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ കോണ്ടംപ്ലേഷൻ്റെ പ്രാരംഭ ദിശയാണ്. അതിനകത്ത് കുറേ വർഷങ്ങൾ ആയി കഴിഞ്ഞിട്ട് ആണ് അടുത്ത സ്റ്റേജ് വരുന്നത്. അതായത് ആത്മാവിൻ്റെ അന്ധശക്തികളുടെ കർമ്മസഹരാത്രി എന്ന് പറയും. പാസീവ് നൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് അല്ലെങ്കിൽ പാസീവ് നൈറ്റ് ഓഫ് ദ സ്പിരിച്വൽ പാർട്ട് എന്നാണ് അതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അവിടെ വാസ്തവത്തിൽ നടക്കുന്നത് എന്താണ്? ദൈവാനുഭവത്തിൻ്റെ തീവ്രമായിട്ടുള്ള അനുഭൂതിയാണ്. ദൈവം ആത്മാവിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നതിൻ്റെ. അപ്പോൾ അതിന് ബുദ്ധിയെ വിശ്വാസത്തിലൂടെയും ഓർമ്മയെ പ്രത്യാശയിലൂടെയും ഇച്ഛാശക്തിയെ ഉപവിയിലൂടെയും ദൈവത്തിന് സറണ്ടർ ചെയ്യണം, അഥവാ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് അടിയറ വയ്ക്കണം. അങ്ങനെ അടിയറ വെച്ച് കഴിയുമ്പോൾ ആണ് ആ മേഖലകളെല്ലാം ശുദ്ധീകൃതമാവുകയാണ്. ആ ശുദ്ധീകൃതമാകുക അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മാവ് ദൈവത്തെ കൊണ്ട് നിറയുന്നതാണ്. അത് ആത്മാവ് ദൈവ നിർവൃതിയിൽ ലയിക്കുകയാണ്. ആ നിർവൃതിയിൽ ലയിക്കുന്ന ഘട്ടങ്ങൾ തന്നെ പല ഘട്ടങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടങ്ങളുണ്ട്. മെത്രാസ്യയെ പോലെയുള്ള ആളുകൾ സിമ്പിൾ യൂണിയൻ, എക്സ്റ്റാറ്റിക് യൂണിയൻ, ട്രാൻസ്ഫോർമിംഗ് യൂണിയൻ എന്നൊക്കെ പറയാറുണ്ട്. അതായത് രൂപാന്തര ഐക്യം. അപ്പോൾ ഈ രൂപാന്തര ഐക്യം പ്രാപിക്കുന്ന ആത്മാവിന് ഈ ഘട്ടങ്ങളെയാണ് അദ്ദേഹം സ്നേഹഗീതം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതും 40 കവിതകൾ. ആ 40 കവിതകൾ ഈ ആന്തരിക യാത്രയുടെ ഘട്ടങ്ങളെ ഓരോന്നിനെയും ഘട്ടം ഘട്ടമായിട്ട് വിഭജിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗമാണ് 4ാമത്തെ അദ്ദേഹത്തിൻ്റെ കൃതി സ്നേഹജ്വാല. അതിന് തന്നെ വേറെ 4-5 കവിതകളുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ ഈ പ്രയാണത്തിൽ രൂപാന്തര ഐക്യം പ്രാപിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ആത്മാവ് കുറേ കൂടെ ദൈവമായിട്ട്, ത്രിയേക ദൈവമായിട്ട് ഐക്യപ്പെടുന്ന അനുഭവമുണ്ട്. അതായത് പുത്രൻ്റെ ജ്ഞാനത്താൽ മനുഷ്യൻ്റെ ബുദ്ധിയെ ദൈവം ദൈവീകമായി പ്രകാശിപ്പിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ ഇച്ഛാശക്തിയെ ജ്വലിപ്പിച്ച് സ്നേഹജ്വാലയായി മാറുകയും പിതാവിൻ്റെ ആശ്ലേഷം വഴി ആത്മാവിനെ ത്രിത്വത്തിൽ സമന്വയിക്കുകയും ചെയ്യുന്ന അതിവിശിഷ്ടവും ഉദാത്തവുമായ ആത്മീയ അനുഭവമാണ് ഈ പറയുന്ന സ്നേഹജ്വാല. അപ്പോൾ പരിശുദ്ധ ത്രിത്വവും ആത്മാവും തമ്മിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഐക്യത്തിൻ്റെ അനുഭൂതിയിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്ന ആ അനുഭവമാണ്. അത് അതിവിശിഷ്ടവും മനോഹരവുമാണ്. അത് യോഹന്നാൻ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് മാനവ ഭാഷയിൽ നമുക്കതിനെ വിവരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാവ്യസങ്കേതങ്ങൾ, ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ, അലങ്കാരങ്ങൾ, ബിംബങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത്. കാരണം എന്താ? ഈ ബിംബങ്ങളിലൂടെ അലങ്കാരങ്ങളിലൂടെ ഒക്കെ മനസ്സിന് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത സത്യങ്ങൾ ആത്മാവിന് ഗ്രഹിക്കാനും സ്വർഗീയ അവസ്ഥയിലേക്ക് എത്തി നോക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഇതെല്ലാം അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഊളമിട്ടിറങ്ങുകയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ സംഗമം, അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിളിയെന്നും അവൻ്റെ ഉദാത്തമായിട്ടുള്ള ഭാവമെന്നും നേട്ടമെന്നും അദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഒരുപക്ഷെ യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? അദ്ദേഹത്തിന് ലോകത്തോട് ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യൻ്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത് അവൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ ആ സൃഷ്ടാവുമായിട്ടുള്ള ലയിച്ചു ചേരുന്ന സ്നേഹ അനുഭൂതിയാണ്. അതിനെയാണ് സജീവമായ സ്നേഹജ്വാല. അദ്ദേഹം തന്നെ ഉദ്ഘോഷിക്കുകയാണ്, സജീവമായ സ്നേഹജ്വാല. കാരണം സ്നേഹത്താൽ ജ്വലിക്കപ്പെടുവാണ്. കാരണം ഈ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആത്മാവിൽ ദൈവിക ജ്ഞാനവും സ്നേഹവും അതുപോലെ തന്നെ ആനന്ദവും നിറയുന്നു. അങ്ങനെ ആത്മാവ്
സ്നേഹത്താലും ആനന്ദത്താലും ജ്ഞാനത്തിൻ്റെ തിരുവനാലും ജ്വലിക്കുകയാണ്. ഇത് പരിശുദ്ധ ത്രിത്വമായിട്ട് സമന്വയിക്കപ്പെടുന്നു. ഇതിൻ്റെ സാക്ഷാത്കാരമാണ് മനുഷ്യൻ്റെ ലക്ഷ്യവും അതുപോലെ തന്നെ മനുഷ്യൻ്റെ നേട്ടവും. അങ്ങനെ മനുഷ്യ മഹത്വത്തിൻ്റെ ഒരു ഗീതമാണ് അദ്ദേഹം ആലപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവൻ, ദൈവത്തെക്കുറിച്ചറിയാൻ താല്പര്യമുള്ളവൻ, അങ്ങനെ ദൈവശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും ദാർശനികരും ഈ വിജ്ഞാന മേഖലയിലെ പല മേഖലയിലുള്ളവരും ഈ യോഹന്നാൻ ക്രൂസിനെ ഇന്നത്തെ കാലത്ത് പോലും തേടിയെത്തുന്നത്. നമുക്കും ഈ യോഹന്നാൻ ക്രൂസിൻ്റെ ദൈവാന്വേഷണ തൃഷ്ണ സ്വന്തമാക്കാൻ ശ്രമിക്കാം. അതിന് ഒരു പക്ഷേ വിശുദ്ധനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.